ഭക്ഷണം മുഴുവൻ കഴിക്കാതെ രുദ്രൻ ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാനിപ്പോൾ ഒന്നും ചെകുത്താനോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ? അതെ രുദ്രേട്ടാ, ഞാൻ കോളേജിലിട്ട് പോവട്ടെ പ്ലീസ്. അവനൊന്ന് മൂളിക്കൊണ്ട് കൈ വാഷ് ചെയ്ത് പുറത്തേക്കിറങ്ങി. ഗൗരിയുടെ എക്സാം തുടങ്ങാറായി. തുടർന്ന് പഠിക്കാൻ തന്നെ ഗൗരി തീരുമാനിച്ചു. അന്ന് തന്നെ ഗൗരിയുടെ അമ്മ അവളുടെ ബുക്കും ബാഗും സർട്ടിഫിക്കറ്റും കൊടുത്തിരുന്നു. ഗൗരി വേഗം റെഡിയായി ഒരു ടാക്സി വിളിച്ച് കോളേജിലേക്ക് പോയി. ഗൗരി നേരെ അവളുടെ ക്ലാസ്സിലേക്ക് ചെന്നു. ക്ലാസ്സിനുള്ളിൽ എത്തിയ ഗൗരിയെ കണ്ടതും എല്ലാവരും ഞെട്ടി. ഗൗരി രുദ്രന്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. അമൃതയും തനുവും വേറെ ക്ലാസ്സിലായിരുന്നു. എന്നാൽ യാഷ് ഗൗരിയുടെ ക്ലാസ്സിലായിരുന്നു. യാഷ് ഗൗരിയെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. എന്നാൽ ഗൗരി ഒരിക്കൽ പോലും യാഷിനെ നോക്കിയിരുന്നില്ല. അവൾ അവളുടെ ബെഞ്ചിൽ പോയിരുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ യാഷ് വന്ന് ഗൗരിയുടെ അടുത്തിരുന്നു. ഗൗരി, നീ കോളേജിലേക്ക് വന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. യാഷ് പറഞ്ഞു തീർന്നപ്പോൾ ഗൗരി വീണ്ടും അവനെ നോക്കി പറഞ്ഞു, ഞാൻ കോളേജിലേക്ക് വന്നതിൽ നീ എന്തിനാണ് യാഷ് ഇത്ര സന്തോഷിക്കുന്നത്? ഗൗരി പറഞ്ഞത് കേട്ട് യാഷിനൊന്നും മനസ്സിലായില്ല. ഗൗരി, നീ എന്താണ് പറയുന്നത്? നിന്നെ കണ്ടപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്ന് നിനക്കറിയോ? എല്ലാത്തിനുപരി നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ ഗൗരി? സ്നേഹം? ഏത് തരം സ്നേഹം? ഏത് തരം സ്നേഹത്തെക്കുറിച്ചാണ് യാഷി നീ ഇപ്പോൾ പറയുന്നേ? നീ സോണിയെ നിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നീ ചിന്തിച്ചപ്പോൾ തന്നെ നമ്മുടെ പ്രണയം അവസാനിപ്പിച്ചതാണ്. നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് നല്ലത്. സോണിയും നീയും അന്ന് പരസ്പരം കൈകോർത്ത് പിടിച്ച് മാളിലേക്ക് പോകുന്നത് ഞാൻ നേരി കണ്ടതാണ് യാഷ്. സോണിയും ആയി നീ തെറ്റിപ്പിരിഞ്ഞപ്പോഴാണ് നീ എന്നോട് സ്നേഹം വന്ന് പറഞ്ഞത്. പക്ഷെ നീ എന്നെ ചതിക്കുമായിരുന്നു യാഷ്. നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചുവെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും എന്നോടിത് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? ഗൗരി പറഞ്ഞത് കേട്ട് യാഷ് ഞെട്ടിയിരുന്നു. ഗൗരിക്ക് തന്നെയും സോണിയെയും കുറിച്ച് അറിയാമെന്ന് യാഷ് കരുതിയില്ല. യാഷിനെ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ഗൗരി ക്ലാസ്സിൽ നിന്നിറങ്ങി. വാതിക്കലിൽ എത്തിയതും ഗൗരിയും സോണിയെ കണ്ടതും ഒന്നും മിണ്ടിയില്ല. അവർ ക്ലാസ്സിൽ നിന്നിറങ്ങി. യാഷ് ഗൗരി പോകുന്നത് നോക്കിയിരുന്നു. സോണി യാഷിനെ നോക്കി. യാഷിൻ്റെ കണ്ണുകളിൽ സോണി കണ്ടിരുന്നു ഗൗരിയോടുള്ള പ്രണയം. സോണി മനസ്സിൽ ഗൗരിയെ ശപിച്ചു. പിന്നെ യാഷിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ യാഷിൻ്റെ കഴുത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, യാഷ്, അവൾ പോണെങ്കിൽ പോട്ടെ, നിനക്ക് ഞാനുണ്ടല്ലോ. പിന്നെ എന്താ? ഇവളുടെ അച്ഛൻ ഇവളെ പുറത്താക്കി എന്നൊക്കെ കേട്ടു. ഇപ്പോൾ ആ രുദ്രനാഥിൻ്റെ കൂടെയാണ് ഗൗരിയുടെ താമസം. ഇനി ഇവൾ ആ രുദ്രനെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? അതുകൊണ്ട് അവളെ നീ മറന്നേക്ക്. ഗൗരി ദേഷ്യത്തോടെ പിറുപിറുത്താണ് നടക്കുന്നത്. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം ഗൗരി കേട്ടത്. ഗൗരി! ഗൗരി തിരിഞ്ഞു നോക്കി. തനുവും അമൃതയും ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഗൗരിയെ കണ്ടതും അമൃതയുടെയും തനുവിൻ്റെയും മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. രണ്ടുപേരും ഗൗരിയെ ഇറുകി കെട്ടിപ്പിടിച്ചു. ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു ഗൗരി? ഞങ്ങൾ നിന്നെ ഓർത്ത് എത്രമാത്രം വിഷമിച്ചു. അമൃതയുടെ കണ്ണുകൾ ഗൗരിയെ കണ്ടതും നിറഞ്ഞു തൂവി. ഗൗരിക്ക് അവരോട് എന്തു പറയണമെന്ന് മനസ്സിലായില്ല. അമൃതയെ കെട്ടിപ്പിടിച്ച ശേഷം ഗൗരി തനുവിനെയും കെട്ടിപ്പിടിച്ചു. ഗൗരിക്ക് തനുവിനെയും അമൃതയെയും കണ്ടപ്പോൾ ആശ്വാസം തോന്നി. പിന്നെ അവർ മൂവരും കോളേജ് ക്യാൻറ്റീനിലേക്ക് പോയി. അമൃത ഗൗരിയെ മൊത്തത്തിലൊന്ന് നോക്കി. ഗൗരി, നീ ഒന്നും കഴിക്കാറില്ലേ? നീ ആകെ മെലിഞ്ഞല്ലോ. അമൃത ഗൗരിയെ നോക്കി ആകുലതയോടെ ചോദിച്ചു. ഗൗരി, ഞങ്ങൾ കേട്ടത് സത്യമാണോ? നീ ശരിക്കും ഒളിച്ചോടിയതാണോ? കാരണം നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പറ ഗൗരി, സത്യമാണോ?
നീ ഒളിച്ചോടിപ്പോയ വിവരം അറിഞ്ഞ് ഇപ്പോൾ നിന്നെക്കുറിച്ച കോളേജിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ചർച്ചാ വിഷയം. ഗൗരി ഒരു ദീർഘനിശ്വാസം എടുത്ത് അവരോട് പറഞ്ഞു, ഞാനെല്ലാം പറയാം. ആദ്യം എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യട്ടെ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഗൗരി വെയിറ്ററെ വിളിച്ച് കൂടുതൽ വിഭവങ്ങൾ ഓർഡർ ചെയ്തു. കോളേജ് ക്യാൻറ്റീനിലെ ഭക്ഷണം ഗൗരിക്ക് മിസ് ചെയ്തിരുന്നു. ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം ഗൗരി രണ്ടുപേരെയും നോക്കി. ഇരുവരും വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. എടി, നിന്റെ കാമുകൻ നിനക്ക് ഭക്ഷണമൊന്നും തന്നില്ലേ? അമൃത, അയാൾ എൻ്റെ കാമുകനൊന്നും അല്ല, ചെകുത്താനാണ്, തനി ചെകുത്താൻ. ഗൗരി പറഞ്ഞത് കേട്ട് രണ്ടുപേരും ചിരിച്ചു. ചെകുത്താനോ? ഈ ചെകുത്താനെ കുറിച്ച് നീ പറയൂ. ഞാൻ ഒളിച്ചോടിപ്പോയി എന്ന് കേട്ടതും നിങ്ങൾ രണ്ടുപേരും അത് കണ്ണടച്ച് വിശ്വസിച്ചോ? ആരാ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞേ? ഞങ്ങൾ ക്ലാസ്സിൽ ആരോ പറയുന്നത് കേട്ടാണ്. യാഷും ഒന്നും പറഞ്ഞില്ല. യാഷിൻ്റെ പേര് കേട്ടതും ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഗൗരി, യാഷും സോണിയും വീണ്ടും ഒന്നിച്ചു. ഈ കാര്യം നിനക്കറിയോ ഗൗരി? തനു ഗൗരിയോട് അല്പം വിഷമത്തോടെ ചോദിച്ചു. അതെ, എനിക്കറിയാം, ഗൗരി പറഞ്ഞു. ഭക്ഷണം വെയിറ്റർ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചതും 3 പേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഗൗരി, യാഷും സോണിയും ഒരുമിച്ചതിൽ നിനക്ക് പ്രശ്നമില്ലേ? അമൃത ഗൗരിയോട് ചോദിച്ചു. എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. യാഷ്, അവൻ എന്നെ ചതിക്കുകയായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണെന്ന് മാത്രം. എനിക്ക് യാഷിനെക്കുറിച്ചും ഒന്നും അറിയണ്ട അമൃത. അവനിപ്പോൾ എൻ്റെ ആരുമല്ല. അത് പറയുമ്പോഴും ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് നീർമണി മുത്തുകൾ അവളുടെ കവിളിലൂടെ അടർന്ന് വീഴുന്നുണ്ടായിരുന്നു. ഗൗരി, നീ കരയണ്ടടാ. ആ യാഷ് പോണെങ്കിൽ പോട്ടെ. നിന്നെ സ്നേഹിക്കാൻ ഇപ്പം നിന്റെ ചെകുത്താനുണ്ടല്ലോ. പിന്നെ എന്താ? ആ കണ്ണൊക്കെ തുടച്ച് കഴിക്കാൻ നോക്കിക്കേ. അമൃത, തനു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ? ആ ചെകുത്താൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ. എത്ര പേരെയാണെന്നറിയാവോ അങ്ങേര് കൊന്നിട്ടുള്ളത്? ആ ചെകുത്താൻ്റെ മനസ്സിൽ ഇടം നേടാൻ നല്ല പ്രയാസമാണ് മോളെ. രുദ്രനാഥ് ആ ചെകുത്താൻ്റെ പേര്. എന്നെ തട്ടിക്കൊണ്ടു പോയത് ഈ രുദ്രേട്ടൻ്റെ ആളുകളാണ്, ബോഡി ഗാർഡ്സ്. അന്ന് ഞാൻ കുറേ പറഞ്ഞു എന്നെ എൻ്റെ വീട്ടിലേക്ക് വിടാൻ. പക്ഷേ രുദ്രേട്ടൻ കേട്ടില്ല. പിന്നീട് എന്തോ എന്നെ വീട്ടിലേക്ക് അയച്ചു. അച്ഛന് ഞാൻ വീട്ടിലേക്ക് കയറുന്നത് പോലും ഇഷ്ടമല്ല, എന്നെപ്പോലും. പിന്നീട് ഞാൻ എങ്ങോട്ട് പോകും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് സോണിയെയും യാഷിനെയും ഒരുമിച്ച് കണ്ടത്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ചെകുത്താൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. രുദ്രനാഥ്, ഞാൻ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അവനെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഗൗരി, നിനക്ക് ആ ചെകുത്താൻ്റെ മനസ്സ് മാറ്റാൻ പറ്റും. എന്തിനും ഞാൻ കൂടെയുണ്ട്. അമൃതയും തനുവും ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. ഞങ്ങൾ കരുതി നീ നിന്റെ പഠിപ്പ് നിർത്തി കാണുമെന്ന്. ഇന്ന് നിന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഗൗരി. നീ ഇനി മുടങ്ങാതെ കോളേജിൽ വരുമല്ലോ. ആ അമൃത, ഗൗരി പറഞ്ഞു. അല്ലടി, നിന്റെ രുദ്രേട്ടൻ കാണാൻ എങ്ങനെയാ? സുന്ദരനാണോ? അമൃത രുദ്രനെ കുറിച്ച് ചോദിച്ചതും ഗൗരി രുദ്രനെ ഓർത്തു. അവനെ ഓർത്തതും ഗൗരിയുടെ ചുണ്ടിൽ പുഞ്ചിരി തുടുത്തു. ഗൗരി ചിരിക്കുന്നത് കണ്ട് രണ്ടുപേരും ഗൗരിയെ നോക്കി കളിയാക്കി. എന്താ ഗൗരി, രുദ്രേട്ടനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ചിരിയൊക്കെ. എന്താ, സുന്ദരനല്ലേ? തനു, അമൃത, മിണ്ടാതെ ഇരുന്ന് കഴിക്കാൻ നോക്ക്. ഓക്കെ ഓക്കെ. അവർ രണ്ടുപേരും തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. യാഷ് അവർ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അവർ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. യാഷ് അവൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു പറഞ്ഞു. ഗൗരി, നീ എൻ്റേതാണ്. നിന്നെ ഞാൻ ഒരിക്കലും മറ്റൊരാളുടേതാക്കാൻ സമ്മതിക്കില്ല. കോളേജ് കഴിഞ്ഞതും ഗൗരി ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി. എന്നാൽ അവിടെ എവിടെയും ഒരു ടാക്സി പോലും ഗൗരി കണ്ടിരുന്നില്ല. അപ്പോൾ ഗൗരിയുടെ മുന്നിലേക്ക് യാഷിൻ്റെ കാർ വന്നു നിന്നു. യാഷിനെ കണ്ടതും ഗൗരി യാഷിനെ നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ടേക്ക് നടന്നു. ഗൗരിയുടെ ഈ പെരുമാറ്റം യാഷിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. യാഷ് കാറിൽ നിന്നിറങ്ങി ഗൗരിയുടെ മുന്നിൽ നിന്നു. യാഷ് മുന്നിൽ നിന്നിട്ടും ഗൗരി യാഷിനെ നോക്കിയില്ല. യാഷ് ഗൗരിയെ അവനോട് ചേർത്ത് നിർത്തി. എന്നെ വിട് ഗൗരി, എനിക്കെല്ലാം മനസ്സിലായി. ക്യാൻറ്റീനിൽ വെച്ച് നിങ്ങളുടെ 3 പേരുടെയും സംഭാഷണം ഞാൻ കേട്ടതാണ്.
നിന്റെ ഇഷ്ടപ്രകാരമല്ല നീ അവിടെ ആ രുദ്രൻ്റെ കൂടെ താമസിക്കുന്നതെന്ന് എനിക്കറിയാം. നീ വിഷമിക്കണ്ട. നിന്നെ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാൻ ഗൗരി. യാഷ് പറഞ്ഞത് കേട്ട ശേഷം ഗൗരി തൻ്റെ കൈ അവനിൽ നിന്ന് മോചിപ്പിച്ചിട്ട് യാഷിനെ തള്ളിമാറ്റി പറഞ്ഞു, യാഷ്, എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. പിന്നെ ഞാൻ രുദ്രേട്ടൻ്റെ വീട്ടിൽ താമസിക്കുന്നത് എൻ്റെ ഇഷ്ടത്തോടെയാണ്. ഇപ്പോൾ നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. ദയവ് ചെയ്ത് എൻ്റെ കൺമുമ്പിൽ നിന്ന് പോ യാഷ്. എടി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ആയിരിക്കണം താമസിക്കാൻ, അല്ലാതെ അവൻ്റെ കൂടെയല്ല. ഇങ്ങോട്ടേക്ക് പാടി. യാഷ് ബലമായി ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ കാറിൽ അവളെ കയറ്റി ഡോറടച്ച് കാർ സ്റ്റാർട്ട് ചെയ്തു. രുദ്രൻ വീട്ടിലെത്തിയിരുന്നു. വീട്ടിൽ ഗൗരിയെ കാണാതെ ആയതും രുദ്രന് അസ്വസ്ഥത തോന്നി. രുദ്രൻ എല്ലാ ബോഡി ഗാർഡ്സിനെയും അവൻ്റെ മുന്നിൽ നിർത്തി ഗൗരിയെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ ഗൗരി എവിടെ പോയെന്ന് അവരിൽ ആർക്കും അറിയില്ലായിരുന്നു. അവരുടെ അശ്രദ്ധ കണ്ട് രുദ്രൻ അവരെ നോക്കി ദേഷ്യപ്പെട്ടു. അവൻ ദേഷ്യത്തോടെ കണ്ണുകൾ അടച്ചു. രുദ്രൻ തൻ്റെ ബോഡി ഗാർഡ്സിലെ ഒരാളെ വിളിച്ച് ഗൗരിയെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ബോഡി ഗാർഡ് ഗൗരി കോളേജിൽ പോയിട്ടുണ്ടെന്നറിഞ്ഞു. അവൻ വന്ന് രുദ്രനോട് ഇത് പറഞ്ഞു. രുദ്രൻ വേഗം തൻ്റെ കാർ എടുത്ത് കോളേജിലേക്ക് പോയി. എന്നാൽ കോളേജിൽ ഗൗരി ഇല്ലെന്നായിരുന്നു രുദ്രൻ അറിയാൻ കഴിഞ്ഞത്. രുദ്രൻ അമൃതയുടെയും തനുവിൻ്റെയും നമ്പർ കിട്ടി. ഗൗരി അവരോടൊപ്പം ഉണ്ടാകുമെന്ന് രുദ്രൻ കരുതി. പക്ഷേ രണ്ടുപേരിൽ നിന്നും അവൾ അവരോടൊപ്പം ഇല്ലെന്നറിഞ്ഞപ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. ഗൗരി എവിടെ പോയിട്ടുണ്ടാവും? അവൾ അവളുടെ വീട്ടിലേക്ക് പോകില്ലെന്ന് എനിക്കറിയാം. ആർക്കറിയാം, അവൾ അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും. രുദ്രൻ അവൻ്റെ ബോഡി ഗാർഡ്സിനോട് ഗൗരി അന്വേഷിക്കാൻ ഗൗരിയുടെ വീട്ടിലേക്ക് അയച്ചു. എന്നാൽ ഗൗരി അവിടെയും ചെന്നിട്ടില്ല എന്നാണ് രുദ്രൻ അറിഞ്ഞത്. കോളേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് അവൾക്കറിയില്ലേ? അതെങ്ങനെ? അനുസരണ എന്നതില്ലല്ലോ. പെട്ടെന്നാണ് രുദ്രൻ യാഷിനെ കുറിച്ച് ഓർത്തത്. അവനെക്കുറിച്ച് ഓർത്തതും അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥിതിയിലെത്തി. ഗൗരി ആ യാഷിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അവനെ കൊന്നിരിക്കും, രുദ്രൻ സ്വയം പറഞ്ഞു. അപ്പോഴാണ് രുദ്രൻ്റെ ബോഡി ഗാർഡ്സ് അവനോട് പറഞ്ഞത്, ബോസ്, ഞങ്ങൾ ആ യാഷിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവൻ എവിടെയാണെങ്കിലും വേഗം തന്നെ അവനെ പിടികൂടണം. യെസ് ബോസ്. ഇതേ സമയം മറ്റൊരിടത്ത് യാഷിൻ്റെ കാർ ഒരു അവശിഷ്ടത്തിന് മുന്നിൽ നിർത്തി. യാഷ് ആദ്യം കാറിൽ നിന്നിറങ്ങിയ ശേഷം യാഷ് കാറിൻ്റെ ഡോറിലേക്ക് നോക്കി. യാഷ്, മര്യാദയ്ക്ക് ഡോറ് തുറന്നോ, അല്ലെങ്കിൽ അത് നിനക്ക് നല്ലതിനല്ല. യാഷ് ഗൗരി പറഞ്ഞതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഗൗരി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതിനെല്ലാം കാരണം ആ സോണിയാണ്. അവളാ എന്നെ വശീകരിച്ചത്. അല്ലെങ്കിൽ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. യാഷ് ഇത് പറഞ്ഞതും ഗൗരി അവനെ നോക്കി പുഞ്ചിരിച്ചു. യാഷ്, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്കിവിടുന്ന് പോവണം. നീ ഡോറിൻ്റെ ലോക്ക് തുറക്ക്. ഗൗരി, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ, ആ സോണി എന്നെ വശീകരിച്ചതാണ്. എന്നെ മനസ്സിലാക്കൂ പ്ലീസ്. നമ്മൾ രണ്ടുപേരും പ്രണയിച്ചവരല്ലേ? യാഷ് പ്ലീസ്, നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. നിന്നോട് ഞാൻ ഡോറ് തുറക്കാനാണ് പറഞ്ഞത്. ഗൗരി, നിന്നെ എനിക്ക് വേണം ഗൗരി. ഒന്ന് മനസ്സിലാക്ക്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ ഇപ്പം സ്നേഹിക്കുന്നില്ല. വെറുപ്പാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ നീ ആ രുദ്രനാഥിനെ സ്നേഹിക്കുന്നുണ്ടോ? അതെ 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 അതെ, ഞാൻ രുദ്രേട്ടനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എനിക്ക് രുദ്രേട്ടനെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല.